ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു ഐഷസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി പാൽവാഴക്കയുടെ റെസിപ്പിയാണ്. ഇത് വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു മലബാർ ഡെസേർട്ട് കൂടിയാണ്. അതുപോലെ ഇത് തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ്. അധികം ചേരുവകളൊന്നും ചേർക്കാനില്ല. പഴവും സാബൂനരിയും പിന്നെ തേങ്ങാപ്പാലുമാണ് ഇതിലെ മെയിൻ ചേരുവകൾ. ചൂടോട് കൂടിയിട്ടും തണുപ്പിച്ചിട്ടും നമുക്ക് ഈ ഡെസേർട്ട് സെർവ് ചെയ്യാം. അപ്പോൾ നേന്ത്രപ്പഴവും സാബൂനരിയും തേങ്ങാപ്പാലും കൊണ്ടുള്ള ഈ ഡെസേർട്ട് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. പാൽവാഴയ്ക്ക അല്ലെങ്കിൽ കായ്ക്കറി ഇത് തയ്യാറാക്കാൻ നമ്മൾക്ക് മെയിനായിട്ട് വേണ്ടത് തേങ്ങാപ്പാലാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 1.5 കപ്പ് കട്ടിയില്ലാത്ത രണ്ടാം പാൽ ചേർത്ത് കൊടുക്കുകയാണ്. തേങ്ങാപ്പാലിന് രണ്ടാം പാൽ ഞാനിപ്പോൾ ഒരു പാനിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ചൂടാക്കാൻ വെക്കണം. ഈ രണ്ടാം പാൽ ചൂടാക്കാനൊന്ന് വെക്കണം. ഇത് ഒന്നാം പാൽ, അതായത് കട്ടിയുള്ള പാലാണ്. 2 കപ്പ് ഉണ്ട്. അത് നമുക്ക് ലാസ്റ്റ് ഒഴിച്ചു കൊടുക്കാനുള്ളതാണ്. അപ്പോൾ കട്ടിയില്ലാത്ത രണ്ടാം പാൽ ഒന്ന് ചൂടാക്കി എടുക്കണം. ഇത് ഏകദേശം ചൂടായി വന്ന് അതിലേക്ക് നമുക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കണം. അത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 5 ടേബിൾ സ്പൂണോളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതായത് വേണമെങ്കിൽ കൂടുതൽ എടുക്കാം അല്ലെങ്കിൽ കുറവെടുക്കാം. ഞാനൊരു ഏകദേശമാണ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇത് നന്നായി മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഇതിലേക്ക് ഏലക്ക ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ച ശേഷം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 2 എണ്ണം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നുള്ളു ഉപ്പും ചേർത്തിട്ടുണ്ട്. അത് ഈ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് സാബൂനരിയാണ്, സാഗോ സീഡ്. ഞാനൊരു 2.5 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഈ സാബൂനരി ഞാനിപ്പോൾ 2.5 ടേബിൾ സ്പൂണാണല്ലോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 3 ടേബിൾ സ്പൂൺ വരെ ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷേ കൂടുതലായിട്ടുണ്ടെങ്കിൽ ഈ ഡെസേർട്ടിന് തന്നെ മൊത്തത്തിൽ ഭയങ്കര ഒരു തിക്നെസ് കൂടും. അപ്പോൾ നമ്മൾക്കിത് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് അധികം ആഡ് ചെയ്ത് കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇത് ഇളക്കി കൊടുക്കും വേണം, കാരണം അടിയിൽ പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇപ്പോൾ സാബൂനരി നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്, ഏകദേശം നന്നായിട്ട് വേവായിട്ടുമുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇനി നമ്മൾ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ള നേന്ത്രപ്പഴം ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഒരു നേന്ത്രപ്പഴം ചെറുതായിട്ട് അരിഞ്ഞതാണിത്. ഇത് ഈ ഒരു സൈസിൽ എടുക്കണം, വല്ലാണ്ട് ചെറുതാക്കേണ്ട ആവശ്യമില്ല. കൂടുതൽ ചെറുതാക്കിയിട്ടുണ്ടെങ്കിൽ ഈ തേങ്ങാപ്പാലിൽ ഇത് ഉടഞ്ഞു പോകും. അപ്പോൾ നമ്മളുടെ ഈ കായ്ക്കറി ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി നമ്മൾക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഈ പഴം വേവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പിന്നെ പഴം വേവാൻ അധികം ടൈമൊന്നും എടുക്കില്ല കേട്ടോ. ഒരു 2 മിനിറ്റിനകത്തൊക്കെ ഇത് വെന്ത് വരും. ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒരു യെല്ലോ കളറൊക്കെ വന്നിട്ടുണ്ട് പഴത്തിന്. അപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. പിന്നെ വല്ലാണ്ട് വേവേണ്ട ആവശ്യം വരുന്നില്ല ഈ റെസിപ്പിയിലേക്ക്. പിന്നെ ഇത് ചെറിയ ഫ്ലെയിമിൽ തന്നെ നമ്മൾ വേവിച്ചെടുക്കണം കേട്ടോ. പഴവും സാബൂനരിയൊക്കെ ചെറിയ ഫ്ലെയിമിൽ വെക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അടിയിൽ പിടിക്കും. പ്രത്യേകിച്ച് സാബൂനരി പെട്ടെന്ന് അടിയിൽ പിടിക്കും കേട്ടോ. അപ്പോൾ പഴവും സാബൂനരിയൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. നല്ല തിക്ക് ഗ്രേവി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ബാക്കിയുള്ളതും കൂടി ഒഴിച്ചു കൊടുക്കണം. അതായത് ഇപ്പോൾ ഈ ഒരു 1.5 കപ്പ് കട്ടിയില്ലാത്ത തേങ്ങാപ്പാലിലേക്ക് നമുക്ക് വേണ്ടത് 2 കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാൽ തന്നെ വേണം. അപ്പോൾ അത് മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതുപോലെ ഈ പാൽവാഴയ്ക്ക നമ്മൾ റെഡി ആയി കഴിഞ്ഞാൽ ഉടനെ തന്നെ നോക്കുമ്പോൾ നല്ല തിന്നായിട്ടുണ്ടാവും. പക്ഷെ നമ്മളത് ഒരു 5 മിനിറ്റ് ഒരു 10 മിനിറ്റ് ഒക്കെ നമ്മൾ അത് കുറച്ച് നേരം വെക്കുകയാണെങ്കിൽ അത് കട്ടിയായി വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തിന്നായിട്ട് വേണം ഇത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാൻ. അപ്പോൾ പാൽവാഴയ്ക്ക റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഇനി അതുപോലെ വേറൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂണൊക്കെ നെയ്യ് മതിയാവും. എന്നിട്ട് ഇതിലേക്ക് കശുവണ്ടിയും പിന്നെ ഉണക്കമുന്തിരിയും ചേർത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കുറച്ച് നേന്ത്രപ്പഴം ഇതുപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ അതുപോലെ പഴം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒട്ടും നിർബന്ധമല്ല കേട്ടോ. പക്ഷേ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും, കാണാനും നല്ല ഭംഗിയാണ് പഴം ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ വറുക്കുന്നതിലേക്ക്. അപ്പോൾ നമ്മളുടെ പഴവും അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയൊക്കെ നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നേരത്തെ തയ്യാറാക്കി വെച്ച് പാൽവാഴക്കയുടെ മുകളിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം.
പിന്നെ ഞാനിപ്പോൾ ഇവിടെ അധികം നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ പാൽവാഴയ്ക്ക അല്ലെങ്കിൽ കായ്ക്കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ചൂടോട് കൂടിയിട്ടും തണുപ്പിച്ചിട്ടും കഴിക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഈ മലബാർ ഡെസേർട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാരണം ഇത് അത്രയ്ക്കും ടേസ്റ്റുമാണ്. വളരെ സിമ്പിളായിട്ടുള്ള ചേരുവകൾ മാത്രമേ നമ്മളിതിൽ ചേർക്കുന്നുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പി ആയിരിക്കും. കാരണം തേങ്ങാപ്പാലിൻ്റെ ഫ്ലേവർ മൊത്തത്തിൽ ഈ ഡെസേർട്ടിലുണ്ട്. പിന്നെ പഴവുമാണ് നമ്മൾ ചേർക്കുന്നത്. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ഡെസേർട്ടാവും ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സും സജഷൻസും ഒക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതാനും മറക്കരുതേ. അതുപോലെ തന്നെ ഈ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക്